Good morning, students. Welcome to EduLine. So, നമ്മുടെ next module ആണ് module 4 trees and graph. So, നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നതാണ് ട്രീ. നമ്മൾ ഇതിനു മുമ്പേ ഉള്ള വീഡിയോസിലൊക്കെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിരുന്നു അല്ലെ? അതായത് അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതൊക്കെ എന്താണ്? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് അല്ലെ? അപ്പോൾ ഒരു ലീനിയർ ഫോർമാറ്റിലാണ് നമ്മൾ അവിടെ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. സോ ട്രീയും ഗ്രാഫും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എലമെന്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാറിക്കൽ സ്റ്റൈലിലായിരിക്കും. അതായത് അവിടെ ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എലമെന്റുകൾ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ അതിനെയാണ് നമ്മൾ ഹൈറാറിക്കൽ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രീ എന്ന് പറയുന്ന ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അപ്പം ഈ ഒരു ട്രീ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈലിൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ എന്ത് ചെയ്യാം? എലമെന്റുകളെ സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡാറ്റാസിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസിനെ നമുക്ക് ഒരു ട്രീ ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിന്റെ മെമ്മറിക്കുള്ളിൽ സേവ് ചെയ്ത് വെക്കാം. സോ ഇതൊരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി ട്രീയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ട്രീയുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്ന ഫസ്റ്റ് നോഡിനെ പറയുന്ന പേരാണ് റൂട്ട് നോഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ട്രീയുടെ ഫസ്റ്റ് നോഡാണ് റൂട്ട് നോഡ്. ഇനി ട്രീയിൽ വരുന്ന ഏറ്റവും ലാസ്റ്റ് വരുന്ന നോഡുകളുണ്ട്, ഏറ്റവും അവസാനം വരുന്ന നോഡുകൾ, അതിനെ പറയുന്ന പേരാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലീഫ് നോഡിനെ തന്നെ നമുക്ക് ടെർമിനൽ നോഡ് എന്നും പറയാൻ പറ്റും. അപ്പൊ ലീഫ് നോഡിനെ നമ്മൾ ടെർമിനൽ നോഡ് എന്ന് പറയാം. അപ്പൊ ലീഫ് നോഡ് എന്ന് പറഞ്ഞാലും ടെർമിനൽ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ഫൈനൽ നോഡുകളാണ്, ഏറ്റവും അവസാനം വരുന്ന നോഡുകളാണ് ലീഫ് നോഡ് അല്ലെങ്കിൽ ടെർമിനൽ നോഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, അതായത് ഒരു ഹൈറാറിക്കൽ സ്റ്റൈലിലായിരിക്കും നമ്മളിവിടെ ഡാറ്റ എലമെന്റ്സുകളെ ഓർഗനൈസ് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ട്രീയെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലീനിയർ ഫോർമാറ്റ് അല്ല, ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, അതായത് പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്, ഹൈറാറിക്കൽ സ്റ്റൈൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ട്രീയെ വരയ്ക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ടോപ്പിൽ കാണുന്ന, ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് റൂട്ട് നോഡ്. സോ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഇവിടുത്തെ റൂട്ട് നോഡാണ്. ദെൻ ഇതൊക്കെ എയുടെ ചിൽഡ്രൻസ് ആണ്, ബി, സി, ഡി. സോ ഇത് മൂന്നുമാണ് എയുടെ ചിൽഡ്രൻ. ദെൻ ബി എന്ന് പറയുന്നത് വേറൊരു റൂട്ട് നോഡാണ്, ഒരു നോഡാണ്. ഓക്കെ, ഒരു പേരന്റ് നോഡാണ്. സോ ആ പേരന്റ് നോഡിന്റെ ചിൽഡ്രൻസ് ആണ് ഇയും എഫും. സോ ഇയും എഫും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇയും എഫിന്റെയും പേരന്റ് എന്ന് പറയുന്നത് ആരാണ്? ബി ആണ്. ബിയുടെ പേരന്റ് ആണ് എ. ഓക്കെ, ഇനി ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? എയുടെ ഒരു ചിൽഡ്രൻ ആണ് ഈ സി എന്ന് പറയുന്നത്, ചൈൽഡ് ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എയുടെ ചൈൽഡ് നോഡാണ് ഈ പറയുന്ന ഡി അല്ലെ? ഡിയുടെ ചിൽഡ്രൻസ് ആണ് ജിയും എച്ചും. ഓക്കെ, അപ്പം ജിയെയും എച്ചിനെയും വെച്ച് നോക്കുവാണെങ്കിൽ ജിയുടെയും എച്ചിന്റെയും പേരന്റ് നോഡ് ആരാണ്? ഡി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് അല്ല, ഒരു ഹൈറാറിക്കൽ രീതിയിൽ നമ്മൾ എലമെന്റുകളെ സേവ് ചെയ്ത് വെക്കുന്നതാണ് ഒരു ട്രീ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രീ സ്ട്രക്ചറിൽ നമുക്ക് ഇങ്ങനെ ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറിയിൽ നമുക്ക് ഇതുപോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് രീതിയിൽ. ഓക്കെ, ഇനി നമുക്ക് ട്രീയെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ഒരു ട്രീ എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബേസിക് ടെർമിനോളജീസ് ആണ് ഉള്ളതെന്ന്. അതിൽ ഫസ്റ്റ് വൺ ആണ് റൂട്ട് നോഡ്. അപ്പൊ റൂട്ട് നോഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ടോപ്പ് മോസ്റ്റ് നോഡിനെ പറയുന്ന പേരാണ് റൂട്ട് നോഡ്. അതായത് ഇവിടെ ഈ ക്യാപിറ്റൽ എ ആണ് റൂട്ട് നോഡ്. അതായത് ഒരു ട്രീയുടെ ഏറ്റവും മുകളിൽ വരുന്ന, ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്ന നോഡിനെ പറയുന്ന പേരാണ് എന്ത്? റൂട്ട് നോഡ്. ദെൻ രണ്ടാമതുള്ളതാണ് സബ് ട്രീ. സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ റൂട്ട് നോഡ് ഈസ് നോട്ട് നൾ, അതായത് റൂട്ട് നോഡ് എന്ന് പറയുന്നത് നോട്ട് നൾ ആണെങ്കിൽ, അതായത് റൂട്ട് നോഡ് ഉണ്ടെങ്കിൽ the tree T1, T2, T3 is called subtree of the root node. ഇപ്പൊ ഒരു ഫിഗർ നോക്കിയാൽ ഇവിടെ T1, T2, T3 എന്ന് പറയുന്നത് എന്താണ്? സബ് ട്രീ ആണ് അല്ലെ? അപ്പം ഈ ഒരു ഇത്രയും പോർഷൻ എന്ന് പറയുന്ന ഒരു സബ് ട്രീ ആണ്. ഈ സി എന്ന് പറയുന്ന ഒരു സബ് ട്രീ ആണ്. ദെൻ ഈ ഡി മുതൽ താഴോട്ട് വരുന്നത് എന്താണ്? അതൊരു സബ് ട്രീ ആണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ സബ് ട്രീ എന്ന് പറയുന്നത്. അതായത് ട്രീയുടെ താഴെ വരുന്ന ട്രീസ്. ഓക്കെ, അതാണ് സബ് ട്രീ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് ആണ് ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സബ് ട്രീ ഓഫ് എ നോഡ്. ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന നമ്പർ ഓഫ് സബ് ട്രീസ്, അതായിരിക്കും ആ ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ആ നോഡിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം എ എന്ന് പറഞ്ഞ, ഫോർ എക്സാമ്പിൾ ഇതിൽ എ എന്ന് പറഞ്ഞ റൂട്ട് നോഡ്, എ എന്ന് പറഞ്ഞ റൂട്ട് നോഡാണ്. സോ ഈ എ എന്ന നോഡിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഇതിന് 3 സബ് ട്രീ ഉണ്ട് അല്ലെ? ഇത്രയും പോർഷൻ എന്ന് പറയുന്ന ഒരു സബ് ട്രീ ആണ്, ഇതൊരു സബ് ട്രീ ആണ് സി എന്ന് പറയുന്നത്. ദെൻ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് വേറൊരു സബ് ട്രീ ആണ്. സോ ഇവിടെ നമ്പർ ഓഫ് സബ് ട്രീ എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് എ എന്ന നോഡിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഓഫ് ദി സെയിം പേരന്റ്. ഓക്കെ, അപ്പൊ ഒരേ പേരന്റിന്റെ ചിൽഡ്രൻസിനെ പറയുന്ന പേരാണ് സിബ്ലിങ്സ്. അത് നമുക്ക് നോർമലി അറിയാമല്ലോ, സാധാരണഗതിയിൽ നമ്മൾ സിബ്ലിംഗ് എന്ന് പറയില്ലേ?
സോ അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പൊ ഈ ഇയും എഫും എന്ന് പറഞ്ഞ സിബ്ലിംഗ് ആണ്, ഇതിന്റെ പേരന്റ് ആണ് ബി. ജി എച്ച് ഇത് രണ്ടും എന്താണ്, സിബ്ലിങ്സ് ആണ്. ഡി എന്ന പേരന്റിനോടാണ്, ഇതിന്റെ സിബ്ലിങ്സ് ആണ് വരുന്നത്, ജി യു എച്ചും ആണ്. അപ്പൊ സെയിം പേരന്റിന്റെ ചിൽഡ്രൻസിനെ പറയുന്ന പേരാണ് സിബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, ലെവൽ. സോ ഇഫ് എ നോഡ് ഈസ് അറ്റ് ലെവൽ എൽ ദെൻ ഇറ്റ് ചിൽഡ്രൻസ് ആർ അറ്റ് ലെവൽ എൽ പ്ലസ് വൺ. ഒരു നോഡ് എൽ എന്ന ഒരു പർട്ടിക്കുലർ ലെവലിലാണെങ്കിൽ അവരുടെ ചിൽഡ്രൻസ് എന്ന് പറയുന്നത് എൽ പ്ലസ് വൺ എന്ന ലെവലിലായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ ഒരു ട്രീ നോക്കുക, ഈ ട്രീയിൽ ഇവിടെ റൂട്ട് നോഡ് എന്ന് പറഞ്ഞ ലെവൽ വണ്ണിലാണ്, റൂട്ട് നോഡ് ലെവൽ 1. ദെൻ നെക്സ്റ്റ് വരുന്ന നോഡുകൾ ലെവൽ 2 നോഡുകളാണിത്. ഈ ലാസ്റ്റ് വരുന്നതാണ് ലെവൽ 3 നോഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന ഫിഗറിൽ ആകെ 3 ലെവൽസേ ഉള്ളൂ. ചില ടെക്സ്റ്റുകളിൽ ഈ ഒരു റൂട്ട് നോഡ് അതിനെ ലെവൽ 0 മുതലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചില ടെക്സ്റ്റിലൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് റൂട്ട് നോഡിനെ ലെവൽ 1 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. റൂട്ട് നോഡ് ലെവൽ 1, പിന്നെ ലെവൽ 2, ലെവൽ 3 അങ്ങനെ. പക്ഷേ ചില ടെക്സ്റ്റുകളിൽ റൂട്ട് നോഡ് എന്ന് പറയുന്നത് ലെവൽ 0 ആയിട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഇവിടെ എത്ര ലെവൽ ഉണ്ട്, 3 ലെവൽ ഉണ്ട് അല്ലെ. ഈ തന്നിരിക്കുന്ന ഈ ഒരു ട്രീയില് ടോട്ടൽ നമ്പർ ഓഫ് ലെവൽ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് ഡെപ്ത്. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെപ്തിനെ തന്നെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രീയുടെ ഡെപ്ത് അല്ലെങ്കിൽ ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഓക്കെ, ദ ഹൈറ്റ് ഓർ ഡെപ്ത് ഓഫ് എ ട്രീ ഇസ് ഡിഫൈൻഡ് ടു ബി ദ മാക്സിമം ലെവൽ. അപ്പം ഈ മാക്സിമം ലെവലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇവിടെ ഈ ഒരു ട്രീയുടെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണ്. കാരണം ഇതിന്റെ മാക്സിമം ലെവൽ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ആകെ 3 ലെവലേ ഉള്ളൂ. ഈ ഒരു 3 ലെവലിലാണ് ഈ ഒരു ട്രീ ഉള്ളത് അല്ലെ. അപ്പൊ 3 ലെവൽസ് ആണ് ഈ ഒരു ട്രീയിലുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ ആണ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വി റിമൂവ് ദ റൂട്ട് നോഡ്, അതായത് ഇപ്പം നമ്മൾ റൂട്ട് നോഡിനെ റിമൂവ് ചെയ്യാന്ന് വെച്ചു, അപ്പൊ കിട്ടുന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പൊ ഇതിന്റെ റൂട്ട് നോഡ് എന്ന് പറയുന്നത് എ ആണ് അല്ലെ. സോ നമ്മൾ റൂട്ട് നോഡിനെ റിമൂവ് ചെയ്യുക. ഈ എ ഇവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ട്രീ. സോ ഞാൻ ഇവിടുത്തെ ഈ ഒരു എ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് നോഡാണ്. സോ റൂട്ട് നോഡിനെ നമ്മൾ ഇവിടുന്ന് എടുത്ത് കളയാന്ന് വിചാരിക്കുക. സോ ഇതിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി. അപ്പൊ ഈ ലിങ്കും ഈ റൂട്ട് നോഡും എല്ലാം പോയി. ദെൻ കിട്ടുന്നതാണ് എന്ത്, ഇതൊരു ഫോറസ്റ്റ് ആണ് അല്ലെ. ഈ ബി ഇ എഫ് ഇത്രയും പോർഷൻ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ആണ്. ഈ സി എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഫോറസ്റ്റ്. ഈ മൂന്നാമത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സബ് ട്രീ ആണ്. ഓക്കെ, അപ്പം നമ്മൾ റൂട്ട് നോഡിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താണോ കിട്ടുന്നത്. അപ്പം റൂട്ട് നോഡ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇത് മൂന്നും ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ. മൂന്നും ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും അല്ലെ. അതാണ് ശരിക്കും ആക്ച്വലി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം റൂട്ട് നോഡിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ഫോറസ്റ്റ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക് ടെർമിനോളജി എന്ന് പറയുന്നത്. ഒരു ട്രീ കൺസിഡർ ചെയ്താൽ ട്രീക്ക് റൂട്ട് നോഡ് കാണും, ലീഫ് നോഡ് കാണും, പിന്നെ ട്രീ സബ് ട്രീ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, ഡിഗ്രി ഉണ്ട്, സിബ്ലിങ്സ്, ലെവൽ, ഡെപ്ത്. അപ്പൊ ഡെപ്തിനെ തന്നെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് പറയുന്നത്. ദെൻ വരുന്നതാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് റൂട്ട് നോഡിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്താണോ അതാണ് എന്ത്, ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് വി റിമൂവ് എ വി ഗെറ്റ് എ ഫോറസ്റ്റ് വിത്ത് 3 ട്രീസ് അല്ലെ. അപ്പൊ 3 ട്രീ ആണ് ഇവിടെ. അപ്പൊ ഇവിടെ എ നമ്മൾ റിമൂവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 3 സെപ്പറേറ്റ് ട്രീകളാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ 3 ട്രീ ഉള്ള ഒരു ഫോറസ്റ്റ് ആണ് നമുക്ക് ആക്ച്വലി ഈ എ എന്ന് പറയുന്ന റൂട്ട് നോഡിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ട്രീയുടെ ബേസിക് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്, ജനറൽ ആയിട്ടുള്ള ട്രീ എന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ കുറച്ച് കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ബൈനറി ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് ബേസിക് ആയിട്ടുള്ള കുറെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ഒരു ട്രീ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, സോ നമുക്ക് ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.